ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ആരതീസ് വേർഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നമ്മുടെ തട്ടുകട, അതായത് പഴയൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരിക്കേക്ക് ഇല്ലെങ്കിൽ വെട്ടുകേക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പണ്ടൊക്കെ ചായക്കടയിലും ബേക്കറികളിലെല്ലാം സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇപ്പൊ അത് അങ്ങനെ കാണാറില്ല. അപ്പൊ ഞാൻ കോഴിക്കോട് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പൊ എൻ്റെ അച്ഛൻ അത് നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വന്ന സ്ഥിതിക്ക് അച്ഛനെ കൊണ്ടൊരു തരിക്കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പൊ പിന്നെ വിചാരിച്ചു എന്നാലും അതിന്റെ ഒരു വീഡിയോയും കൂടെ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്ന അതിന്റെ രീതികളിലേക്കും തരിക്കേക്കൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. നമ്മുടെ തരിക്കേക്ക് അല്ലെങ്കിൽ വെട്ടുകേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് മൈദ, അതുപോലെ കുറച്ച് റവ, പഞ്ചസാര, 2 മുട്ട, കുറച്ച് ഡാൽഡ, അതുപോലെ കുറച്ച് കളറ്, കുറച്ച് ഉപ്പ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ വെട്ടുകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് തരിക്കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ, മൈദ, പഞ്ചസാര, കുറച്ച് ഏലക്കപ്പൊടി, ഉപ്പ്, അപ്പക്കാരം, 2 മുട്ട എല്ലാം വെച്ച് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കുഴച്ചെടുക്കണം അല്ലേ? നന്നായിട്ട് കുഴക്കണ്ടേ? കുഴച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് സമയം, എത്ര സമയം വെക്കേണ്ടി വരും? ഒരു 20 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം. എന്നിട്ട് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുക അല്ലേ? ഓക്കെ. അപ്പൊ ഇതില് ഡാൽഡയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ കൂട്ടില്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുഴച്ചെടുക്കണം അല്ലെ? നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കുക വേണ്ടത്. നമ്മുടെ മാവ് അപ്പൊ ഇവിടെ കുഴച്ച് സെറ്റ് ആയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ തടവിയിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. നമ്മുടെ വെട്ടുകേക്കിനുള്ള മാവെല്ലാം നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് പരത്തിയിട്ട് അത് മുറിച്ചെടുക്കണം അതിന്റെ ഷേപ്പിൽ. അച്ഛനിവിടെ അത് പരത്തി, ആദ്യം വട്ടത്തിൽ പരത്തി, ഇനി അത് അതിന്റെ ഒരു ഷേപ്പിൽ ഇതാ ഇവിടുന്ന് മുറിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എണ്ണച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെട്ടുകേക്കിന് ഇനി ഓരോ വെട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അച്ഛനിതാ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചതിനെല്ലാം ഓരോ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ എണ്ണച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതാ നേരത്തെ നമ്മൾ വെട്ടിട്ട് കൊടുത്തിരിക്കുന്ന കേക്ക് ഇനി അതിലിട്ടിട്ട് നമുക്കത് വറുത്ത് കോരിയിട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് എണ്ണച്ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം.
അപ്പൊ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക് അല്ലെങ്കിൽ തരി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറെ കാലം ഇത് കഴിച്ചിട്ട്, അതുകൊണ്ടായിരിക്കും. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.